അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ ആയത്തൊന്ന് ഓതിയോളി. ആരെങ്കിലും ഒരാള് അഴുതില്ല, വേഗം നോക്കിയോളി, ടൈം ഇപ്പം കഴിയും. നിങ്ങൾ തന്നെ ഓതിയോളി. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. അതിലെ തജ്വീദ് തജ്വീദ് പറഞ്ഞോളി. ആദ്യത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചാണല്ലോ അല്ലേ? പിന്നെ തജ്വീദൊക്കെ അല്ലദീ ലഹു, എന്തുകൊണ്ടാണ് ആ അല്ലദീ നമ്മൾ ആ പറയുന്നത് വസിലിന്റെ അംസയായിട്ട്? സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്. ഓക്കെ, വസിലിന്റെ അംസയാണെങ്കിൽ സ്റ്റാർട്ട് അൽഹംദുലില്ലാ എന്ന് പറയും പോലെ. പിന്നെ ലഹു എന്നുള്ളതോ അതിന്റെ പേരെന്താ? മദ്ദുസിലത്തി സുഗറ അല്ലേ? പിന്നെ മുൽക്കുസമാവാത്തി, അവിടെ ആലിഫ് വസിലിന്റെ അംസയാണ്, ലാമിനും ഉച്ചാരണല്ല, ഷംസിയാണ്. വൽ അറു, അവിടെ അലിഫ് വസിലിന്റെ അംസയാണ്, ലാമ് കൊമരിയാണ്. പിന്നെ വലം യത്തഹിദ്, പിന്നെ വലദൻ എന്നുള്ളിടത്ത് എന്താ ചെയ്യേണ്ടത്? ആ ഫത്തഹ് തൻവീനെ ഒന്നിക്ക നിങ്ങൾക്ക് അവിടെ നിർത്താം. വലം യത്തഹിദ് വലദ, അങ്ങനെ ഓതാം. അവിടെ അടയാളമൊന്നുമില്ല, പക്ഷേ ആശയം പൂർത്തിയാവുന്നത് കൊണ്ട് നിർത്താം. ഇനി നിങ്ങൾ നിർത്താതെയാണ് ഓതണമെങ്കിൽ എങ്ങനെ ഓതണം? വലദം വലം, എന്ത് ചെയ്യണം? ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉന്നത്തോടു കൂടി പറയണം. പിന്നെ ലം യക്കുൻ, അവിടെ ആ സാക്കിന നൂൻ എന്ത് ചെയ്യണം? ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, പക്ഷെ എന്തില്ല? ഉന്നത്തില്ല. യക്കുല്ലഹു യക്കുല്ലഹു. പിന്നെ ശരീക്കുൻ, അവിടെ ആ ലൊമ്പ് തൻവീൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളി. യഖ്ഫ ചെയ്യണം. തൻവീന്റെ ശേഷം അവിടെ എന്താ വരുന്നത്? ഫ എന്ന അക്ഷരമാണ്. അതുകൊണ്ട് ശരീക്കും ഫി. പിന്നെ ഫിൽ മുൽക്കി, ആ ഫി എന്നുള്ള യാവിന് എന്തുണ്ടാവൂല? ഉച്ചാരണം ഉണ്ടാവില്ല. അലിഫിനും ഉച്ചാരണമില്ല, രണ്ടക്ഷരത്തിനും അവിടെ ഉച്ചാരണമില്ല. അപ്പൊ എങ്ങനെ ഓതണം? ഫിൽ മുൽക്കി, ഫിൽ മുൽക്കി. പിന്നെ വഖലഖ, ആ ഖാഫിനെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുല്ല ഷൈഇൻ, ആ തൻവീനെ ഇഖ്ഫ ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഷൈഇൻ ഫ. പിന്നെ ഫഖദ്ദറഹു, അവിടെ ആ ഹു എന്നുള്ളത് മദ്ദുസിലത്തി സുഹറ. പിന്നെ തഖ്ദീറ, ആ റ എത്ര ഹർക്കത്ത് പോകണം? 1 അല്ലെങ്കിൽ 2 ഹർക്കത്ത് പോയാൽ മതി. പിന്നെ ആയത്തിൽ എല്ലാവരും കൂടി ഒന്ന് ഓതിയൊക്കെയാണെങ്കിൽ അല്ലദീ ലഹു മുൽക്കു സമാവാത്ത്. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവിടെ ആയത്തിൽ ഉണ്ടോ? എവിടെ ഇപ്പൊ നമ്മൾ എത്തിയത്? തബാറക്കല്ലദി ഒക്കെ കഴിഞ്ഞില്ലേ? പിന്നെന്താണ്? ആയത്തൊന്ന് ഓതിയാണ് തബാറക്കല്ലദി. തബാറക്കല്ലദി നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അതിൽ നമ്മൾ തബാറക്കൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ നസ്സലൽ ഫുർഖാന അതും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വിശദീകരിക്കാനുള്ളത് അലാ അബ്ദിഹി. തബാറക്കാരന് എന്തേന് അർത്ഥം?
ആ മഹത്വമേറിയവനായി, മഹത്വമുള്ളവനായി, ബർക്കത്തുള്ളവനായി, അല്ലെ? ആ അല്ലദീ നസ്സലൽ ഫുർഖാന, ഫുർഖാനിനെ അവതരിപ്പിച്ചവൻ. എന്തുകൊണ്ട് നസ്സല എന്നുള്ള പദം പറഞ്ഞു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു, അല്ലെ? ഫുർഖാനും നമ്മൾ വിശദീകരിച്ചു, തബാറക്കും നമ്മൾ വിശദീകരിച്ചു, അല്ലെ? ആ ഇനി അലാ അബ്ദിഹി, തന്റെ ദാസന്റെ മേൽ ഫുർഖാൻ അവതരിപ്പിച്ച അള്ളാഹു എത്ര മഹാൻ, അല്ലെങ്കിൽ മഹാനായിരിക്കുന്നു എന്നാണല്ലോ പദത്തിന്റെ അർത്ഥം. ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചത്? അള്ളാന്റെ റസൂലല്ലേ മുഹമ്മദ് നബി? അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ, നബിയല്ലേ മുഹമ്മദ് നബി? മറ്റ് പല പ്രത്യേകതകളും മഹത്വങ്ങളും ഒക്കെ പ്രവാചകനില്ലേ? എന്തേ ആ മഹത്വത്തിന്റെ വിളിപ്പേര് വിളിക്കാതെ അബ്ദ് എന്ന പദപ്രയോഗം അള്ളാഹു എന്തുകൊണ്ട് ഉപയോഗിച്ചു? എന്താ നിങ്ങളെ ചിന്തയിൽ വരുന്നത് പറഞ്ഞാണേ? ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞോളി, അവിടുന്ന് തുടങ്ങിയാൽ മതിയല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ പോലുള്ളതാണ്. പിന്നെ വേറെ ആ സെലക്ട് ചെയ്യണോണ്ടാണല്ലോ പ്രവാചകൻ എന്നുള്ള പേര് വന്നേ. എന്റെ ചോദ്യം, ആ സെലക്ട് ചെയ്ത് ഒരു റസൂലെന്നോ നബിയു എന്നോ ഉപയോഗിക്കാതെ അബ്ദ് എന്ന അടിമ എന്ന ആ പദപ്രയോഗം എന്തുകൊണ്ട് ഉപയോഗിച്ചു? അതാണ് എന്റെ ചോദ്യം. എന്താ നിങ്ങൾക്ക് മറുപടി അറിയാനുള്ളത്? എന്താ ഉള്ളത്? മനസ്സിലായില്ല. അതാണ് ഒരു സംഭവത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഒരു ഗ്രാമത്തില് ഒരു സാധുവായ സാധാരണക്കാരനായ മനുഷ്യണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു പ്രതിസന്ധി വന്നു എന്ന് പറഞ്ഞാൽ വലിയ സുനാമിയോ അങ്ങനെയുള്ള എന്തെങ്കിലും വെള്ളപ്പൊക്കമൊക്കെ വന്നു കൂട്ടിയോളി, അല്ലേ? അങ്ങനെ വന്നപ്പോ ആ നാട്ടിൽ പ്രഗത്ഭരായ മന്ത്രിമാരും നേതാക്കളും ഒരുപാട് ഭാരവാഹികളും ഉയർന്ന പദവിയിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ രക്ഷപ്പെടുത്താൻ എല്ലാരും വിളിക്കുക ഈ സാധാരണക്കാരനായ പിന്നെ ആളെയാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിക്കുക. അയാളാണ് എല്ലായിടത്തും ഓടിയെത്തുക, അല്ലേ? ആ പ്രതിസന്ധി വന്നപ്പോഴാണ് ഈ സാധാരണക്കാരനായ ഇയാളുടെ മഹത്വം ആര് മനസ്സിലാക്കണത്? നാട്ടുകാർ മനസ്സിലാക്കണേ. അതിന്റെ മുമ്പ് ആ മഹത്വം മനസ്സിലായില്ല. അതുവരെ ആളുകൾ മഹത്വം എന്ന് പറഞ്ഞ വലിയ മന്ത്രിസ്ഥാനല്ലോല്, വലിയ ഉയർന്ന പദവിയിൽ തസ്തികയിൽ ജോലി ചെയ്യണവര്, ഇങ്ങനെയൊക്കെയാണ് ആളുകളുടെ ചിന്തയിൽ വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കണം ഇതാണ്. ലോകം നോക്കിക്കാണുന്ന മനഃശാസ്ത്രം എന്ന് പറയുന്നത് വലിയ തസ്തികകളാണ്, വലിയ സ്ഥാനങ്ങളാണ്, വലിയ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളാണ്. ആരും നോക്കിക്കാണുന്നത് വലിയ കേഡറിലേക്ക് ആളുകൾ നോക്കുള്ളൂ. അല്ലെങ്കിൽ സമ്പത്ത്, അല്ലേ? നമ്മളിപ്പോ ഒരാളുടെ മഹത്വം കാണുന്നത് എങ്ങനെ? ഇന്നാലിന്ന സമ്പന്നൻ, ലോകത്തിലെ ഒന്നാമത്തെ സമ്പന്നൻ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞാൽ നമ്മളോ അയാൾ അടിമ എന്നറിയോ? ഇല്ല, ഏറ്റവും വലിയ സമ്പന്നൻ ഇവിടെ നമ്മളെ മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? എന്താ ഇയാളെ പേര്? CPO? ആ പേര് നിങ്ങൾ പറയോ? ഇല്ല, മുഖ്യമന്ത്രി വരുന്നുണ്ട് ഞങ്ങൾ പറയാ, അല്ലേ? സാധാരണ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? അതിന്റെ കൂടെ ചിലപ്പോൾ ആ പേര് പറഞ്ഞു തരും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമ്മെ ലോകത്തെ പഠിപ്പിക്കുന്ന ഇതാണ്. എത്ര വലിയ മഹത്വങ്ങളും സ്ഥാനങ്ങളും ഒക്കെയുണ്ടെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് അബ്ദ് എന്നത്. ഏതൊരു മനുഷ്യനും, അത് പ്രവാചകന്മാരായാൽ പോലും, ആ പ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പദവിയാണ് ഇത് അബ്ദ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്ഥാനത്തൊക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ദഅവത്തിന്റെ മേഖലയിൽ, അതേപോലെ ഇസ്രാ മിറാജിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എവിടുന്ന് എവിടേക്ക് കൊണ്ടുകൊണ്ട് പിന്നെ എന്താണ് ആയത്ത്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി
ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറയുന്നുണ്ടല്ലേ. അവിടെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി അല്ലേ, അള്ളാഹു ആ ഒരുത്തൻ എത്ര പരിശുദ്ധൻ, രാത്രി തന്റെ അടിമയെയും കൊണ്ട് പ്രയാണം ചെയ്ത ആ അള്ളാഹു എത്ര പരിശുദ്ധൻ, പ്രയാണം നടത്തിയ ആ അള്ളാഹു എത്ര പരിശുദ്ധൻ. അപ്പൊ അവിടെ നബിനെ ഉപയോഗിച്ച പേരെന്താ? അബ്ദ്. നബി നബി അല്ലെന്ന്, റസൂലല്ലേ, ആണ്, അല്ലെങ്കിൽ വിശ്വസ്തനായ ആളല്ലേ, മക്കൾക്കാർക്ക് വിശ്വസ്തനല്ലേ. എന്നിട്ട് ആ വിശ്വസ്തെന്നോ അൽ അമീനെന്നോ റസൂലെന്നോ നബി എന്നോ പറയാതെ അബ്ദ് എന്ന പദപ്രയോഗമാണ് അള്ളാഹു ഉപയോഗിച്ച്. എത്ര വലിയ സ്ഥാനമാണ്, ഒരു മഹത്വം ആദരിക്കുന്ന ഒരു രംഗമാണല്ലോ ഏത് ഇസ്രാ മിറാജ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ പോലും അള്ളാഹു തആല ഉപയോഗിച്ചത് അബ്ദ് എന്ന പദപ്രയോഗമാണ്. വിശുദ്ധ ഖുർആൻ ഒരാൾക്ക് ഇറക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു മഹത്വം ഉണ്ടോ? സൂറത്ത് കഹ്ഫിലെ 1-ാമത്തെ ആയത്ത് ഓതിയേക്കാന് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ല്ലേ, ഖയ്യിമൻ ലിയുൻസിറ ബസ്, അങ്ങനെ പോണു. അവിടെ അൽഹംദുലില്ലാഹില്ലദീ അൻസല, അവതരിപ്പിച്ച ആ ഒരുത്തന് സർവസ്തുതിയും. എന്താ? അൻസല അലാ അബ്ദിഹി. കണ്ടോ, ഖുർആൻ എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥം നൽകിയിട്ട് ആ പ്രവാചകനെ കൊണ്ടുപോയിട്ട് അബ്ദ് എന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചത് അല്ലേ. വലിയ എന്തൊക്കെ സ്ഥാനമുണ്ട്? റസൂൽ എന്ന് പറഞ്ഞോ, നബി എന്ന് പറഞ്ഞോ? ഇല്ല, അബ്ദ് എന്ന പദപ്രയോഗമാണ് അള്ളാഹു. അപ്പം മഹത്തായ രംഗങ്ങളിലൊക്കെ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു പ്രവാചകനെ വിശേഷിപ്പിച്ച ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത് അബ്ദ് എന്നുള്ള പ്രയോഗം എന്നുള്ളതാ. അതുകൊണ്ടാണ് അള്ളാഹു തആല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാടെന്താ? പ്രവാചകനാണെങ്കിലും ആ നുബുവത്ത് നൽകിയെങ്കിലും റിസാലത്ത് നൽകിയെങ്കിലും അതിനേക്കാൾ മഹത്വമുള്ളതാണ് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയായി അബ്ദായി ജീവിക്കുക. അതാണ് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ സ്ഥാനമാണ് ഇത് ഉബൂദിയത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാ. അപ്പോ ഈ ഉബൂദിയത്തിന്റെ രംഗങ്ങൾ നമ്മൾ നമസ്കരിക്കുന്നത് എന്താ? ഉബൂദിയത്താണ്. നമ്മൾ നോമ്പ് വെക്കുന്നത് എന്താണ്? ഉബൂദിയത്താണ്. എന്നാ അത് മാത്രമേ ഉബൂദിയത്തുള്ളൂ? അല്ല. അത് മാത്രമേ ഉബൂദിയത്തുള്ളൂ? അല്ല. നമ്മൾ അള്ളാഹുവിന് വിനയപ്പെട്ട് ജീവിക്കുന്നതും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതും എല്ലാ മഹത്വത്തെക്കാൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതും അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന എല്ലാ അള്ളാഹു അക്ബർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ എന്താണ്? ഈ ഉബൂദിയത്തിന്റെ ഒരു അടിമയായി ജീവിക്കുക എന്നതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്, വിവിധങ്ങളായ ഭാഗങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങള്, ഒരിക്കലൊരു മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. അപ്പോ ആ പ്രവാചകനോടുള്ള ആ വരുന്ന ആൾക്ക് പ്രവാചകൻ എന്നൊക്കെ കേൾക്കുമ്പോ ഒരു എന്തുണ്ടാവും? ഒരു ഗാംഭീര്യം ഉണ്ടാവും. നമ്മളെ അടുത്തേക്ക് ഒരു നേതാവ്, ഒരു രാജ്യത്തിന്റെ നേതാവ് വരുന്ന പറയുമ്പോ നമുക്കൊരു ബഹുമാനവും ആദരവും ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ടാവില്ലേ? സ്വാഭാവികമായി ഈ മനുഷ്യനും എന്തുണ്ടായി? ആ ഗാംഭീര്യം കൊണ്ട്, ബഹുമാനം കൊണ്ട് അയാൾ എന്ത് ചെയ്തു പോയി? അയാൾക്ക് ഇങ്ങനെ അല്പം വിറയൽ തോന്നി അല്ലെ. ചിലരോടുള്ള ആദരവ് കാരണം നമുക്ക് പറയില്ലേ, നമ്മൾ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഒരാളെ കാണുമ്പോൾ ചിലപ്പം ചില ആളുകൾക്ക് വിറയും അല്ലേ. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ആര്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ അടുത്തുനിന്ന് കിതാബ് ഇങ്ങനെ മറിക്കുമ്പം പേജൊക്കെ ഇങ്ങനെ ശബ്ദമില്ലാത്ത രൂപത്തിലേ മറിക്കുള്ളൂ. അങ്ങേറ്റത്തെ ആദരവ്. അഥവാ ശബ്ദം ഉണ്ടായാൽ ഇമാം ഷാഫിക്ക് ഒരു വിറയൽ വരും. എത്ര വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ് ആര്? ഇമാം ഷാഫി. അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ മുമ്പിലായി പെരുമാറി വെക്കിങ്ങള്. അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. ശരിയായൊരു വിശ്വാസിക്ക് എന്തുണ്ടാവും? ആ ഒരു സ്വഭാവം ഉണ്ടാവുന്നു. ഒരു ഇർത്തിആദ് എന്ന് പറയും, ഒരു വിറയല്, ഒരു ഞെട്ടല്, അതുണ്ടാവും. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വന്ന മനുഷ്യനും എന്തുണ്ടായി? ഒരു ഞെട്ടല്, ഒരു വിറയലുണ്ടായി. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോ നബി പറഞ്ഞു, ഹവ്വിൻ അലൈക്, നീ പേടിക്കൊന്നും വേണ്ട, ഭയപ്പെടണ്ട. എന്നിട്ട് നബി പറയാണ്, ഫഇന്നി ലസ്തു ബിമലിക്കിൻ,
ഞാനൊരു രാജാവൊന്നുമല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശ് കാനത്ത് തഅകുലുൽ കദീദ. ഉണക്ക മാംസം ചുട്ടു തിന്നുന്ന ഒരു പെണ്ണിന്റെ കുട്ടിയാണ് ഞാൻ. അല്ലേ? ഉണക്ക മാംസം ചുട്ടു തിന്നുന്ന ഒരു വനിതയുടെ പുത്രനാണ് ഞാൻ. നോക്കി നിങ്ങൾ, ഒരു പ്രവാചകനാ അത് പറയുന്നത്, അല്ലേ? ഒരു നബിയാണത് പറയുന്നത്. അപ്പൊ ആ നബിന്റെ പിന്നെ അടിമത്തം എന്നുള്ള ആ ബോധം, ആ വിനയം എന്നുള്ള ആ ബോധം ആലോചിച്ച് നോക്കുങ്ങള്. ഇതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എത്ര ഉന്നത തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും, എത്ര ഹൈ ക്വാളിഫൈഡ് ആണെങ്കിലും, എത്ര വലിയ മഹാനാണെങ്കിലും അതൊക്കെ എന്താണ്? താൽക്കാലികമാണ്. പിന്നെന്തുണ്ടാവില്ല? ഒക്കെ അവസാനിക്കും എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. നോക്കൂ നിങ്ങള്, ഈ അബ്ദ് എന്ന് പറഞ്ഞ അബൂദിയത്തുണ്ടല്ലോ, അള്ളാന്റെ അടിമയായി ജീവിക്കുക, അല്ലെങ്കിൽ ആ ദാസ്യത്വം എന്ന് പറയുന്ന ആ സംഗതി ഉണ്ടല്ലോ, ഒരു അടിമയായി ദാസനായി ജീവിക്കുക എന്നുള്ള പിന്നെ ആ ഇതുണ്ടല്ലോ അബൂദിയത്ത്, അത് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് എന്തുണ്ടാവും? ഉയർച്ച ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാല്, ഇപ്പൊ ഈ നിങ്ങള് എന്താ പറയാ, വിമാനം കണ്ടില്ല നിങ്ങള്? വിമാനം പിന്നെ ഉയരും തോറും എന്താവണേ? അത് നിയന്ത്രിക്കണ ഒരു സ്ഥലല്ലേ, എന്താ അതിന് പറയല്? എന്ത് കോപ്പിറ്റോ? നിന്റെ മലയാളത്ത് പറയാ, ആ നിയന്ത്രിക്കുന്ന സ്ഥലല്ലേ, അല്ലേ? എത്ര ഉയരും തോറും പിന്നെ ഇത്ര ആകുമ്പോ കുറെ ഉയരും തോറും അത്ര ആ നിയന്ത്രണ രേഖയുമായി ആ സ്ഥലവുമായി ബന്ധം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ? അതിലൂടെയൊക്കെ ഏതെങ്കിലുമൊക്കെ അവിടെ പോവും, അല്ലേ? അല്ലെങ്കിൽ അത് തകരും. ഇതേപോലെ ഒരു മനുഷ്യൻ എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാവുമ്പോൾ അള്ളാന്റെ അടുക്കലും അവന്റെ പദവിയും ഉയരും എന്നുള്ള. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് അറിയണത്, കപ്പല് കണ്ടില്ല നിങ്ങള്? വെള്ളത്തിലൂടെ ഇങ്ങനെ കപ്പല് സഞ്ചരിക്കാറില്ലേ? ആ കപ്പൽ എപ്പോഴായിട്ട് തുറമുഖമായിട്ട് അടുത്തുക്കുമ്പം അത് എന്തുണ്ടാവില്ല, അത് നേരെ ഇങ്ങനെ പോകും. എന്നാൽ തുറമുഖത്തുനിന്ന് ആ കുറേ അകന്നു പോയാലോ, തിരമാലകളുടെ പിന്നെ ഇളകലും മറിച്ചിലും പെട്ട് അത് ചിലപ്പോ വഴി തെറ്റിപ്പോവും, അല്ലേ? എന്താ കാരണം? അതുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അല്പാൽപ്പം കുറഞ്ഞു വരുന്നു. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ, അള്ളാഹുവിന്റെ ദാസനായ ഒരു അബ്ദ് അള്ളാഹുമായിട്ട് എത്ര ബന്ധമുണ്ടോ അതിനനുസരിച്ച് ആയിരിക്കും അവന്റെ ഉയർച്ചയും താഴ്ചയും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു മനുഷ്യന്റെ ഒരു അടിമന്റെ, അള്ളാഹുവിന്റെ ഒരു ദാസന്റെ, അവൻ എത്രമാത്രം അള്ളാഹിന്റെ അടുക്ക സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓൻ അള്ളാഹുമായിട്ട് എത്ര ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാ. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? അലാ അബ്ദിഹി. അപ്പൊ വെറുതെ ഒരു അടിമ എന്ന് പറഞ്ഞു പോയതല്ല, മറിച്ച് എന്തുണ്ട്? അതിന്റെ ഉള്ളില് വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. ഇത് നമ്മെ പഠിപ്പിക്കണത്, നമ്മെ അത് ഓതിപ്പടിക്കാൻ വേണ്ടി പറയുന്നത് എന്തുകൊണ്ടാ? ഈ സ്വഭാവം നമുക്ക് വേണം, അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കല് ആയിഷ ബീബി ചോദിക്കണ്ടല്ലോ, എന്താ നബി നമസ്കരിച്ച് കാലൊക്കെ വീർത്ത് പിന്നെ നീര് വന്ന് പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാണ്, അല്ലേ? അപ്പൊ ആയിഷ ബീബി ചോദിക്കണ്ട്, എന്താ ചോദിക്കണത്? എന്തിനാ നബിയെ താങ്കൾ ഇത്ര പ്രയാസപ്പെടുന്നത്? താങ്കൾക്ക് വന്നു പോയതും വരാനുള്ളതും എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തുനിന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നേ എന്ന് ചോദിച്ചപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ആയിഷ ബീബിയോട് എന്താ മറുപടി പറഞ്ഞത്? അഫല അകൂനു അബ്ദൻ ഷക്കൂറ, അഫല അകൂനു റസൂലെന്നോ നബിയെന്നാണോ പറഞ്ഞത്? അല്ല, നബിയ പറഞ്ഞോ ഞാനൊരു നബിയാണ്, പക്ഷെ എന്നിട്ട് നബി ഞാനൊരു ശുക്ർ ചെയ്യുന്ന നന്ദിയുള്ള റസൂലാവട്ടെ എന്ന് പറഞ്ഞില്ല, നന്ദി ചെയ്യുന്ന പിന്നെ നബിയാവട്ടെ എന്ന് പറഞ്ഞില്ല. മറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ആയിഷ ബീബിയോട് ലോകത്തോട് വിളംബരം ചെയ്തത്, അഫല അക്കൂനു അബ്ദൻ ഷക്കൂർ, നന്ദിച്ചുള്ള ഒരു അടിമയാവേണ്ട ആയിഷ എന്നാണ് ആര് ചോദിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്ത്? അള്ളാന്റെ അടിമയായി ജീവിക്കുക എന്നുള്ളത്.
അതിന്റെ പോരായ്മ ഉണ്ടായാൽ നമ്മുടെ വിശ്വാസത്തിൽ എന്തോ തകരാറുണ്ട് എന്നുള്ളതാണ്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും മറ്റു പ്രവാചകന്മാരെ പറ്റിയൊക്കെ ഖുർആനിൽ ധാരാളം വിശദീകരിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ? ഒരിടത്ത് നൂഹ് നബിയെ പറ്റി അള്ളാഹു തആല പറയുന്നത് എന്താ? സൂറത്ത് ഇസ്രാന്റെ ഒരു ഭാഗത്തുണ്ടാവും, ഇന്നഹു കാന എന്താ പറയേണ്ടത്? അബ്ദൻ ശക്കൂറ. അല്ലേ? തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാം നന്ദിയുള്ള അബ്ദായിരുന്നു, അടിമയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം റസൂലല്ലേ? എന്നിട്ടും അള്ളാഹ് ഉപയോഗിച്ചത്, അള്ളാഹ് ബഹുമാനിച്ചത്, ആദരിച്ചത് അബ്ദൻ ശക്കൂറ എന്നുള്ള പദപ്രയോഗമാണ്. ഒരു വലിയ രാജാവാണെന്നുള്ള പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ ഒരു കപ്പൽ നിർമ്മാതാവാണെന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. ആ ജോലിയിലേക്ക് ചേർത്തി പറഞ്ഞില്ല. മറിച്ച് എന്തേ പറഞ്ഞത്? അബ്ദൻ ശക്കൂറ എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബഹുമതിയാണ് അബ്ദ് എന്നുള്ളത് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്നാ വജദ്നാഹു സ്വാബിറ. അല്ലേ? ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ശരീരവും സമ്പത്തും കുടുംബക്കാരും ഒക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട പ്രവാചകനാണ് ആര്? അയ്യൂബ് നബി അലൈഹി സ്വലാം. ക്ഷമയുടെ ഇല്ലിപ്പടി കണ്ട മനുഷ്യനാണ് ആര്? അയ്യൂബ് നബി അലൈഹി സ്വലാം. ആ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല വിവരിക്കണം എന്താ? ഇന്നാ വജദ്നാഹു സ്വാബിറൻ. ഇന്നാ വജദ്നാഹു സ്വാബിറൻ എന്താ? ക്ഷമാശീലനായി നാം അദ്ദേഹത്തെ കണ്ടെത്തി. ആര് പറയാ? അള്ളാഹു തആല പറയാ. എന്നിട്ട് പറയാ, നിഅമൽ അബ്ദു. ആ അടിമ എത്ര നല്ല അടിമ. ആരാ പറയണത്? ഈ സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കണത്? അള്ളാഹു തആല. നോക്കി നിങ്ങള്, അയ്യൂബ് നബിക്ക് അള്ളാഹു ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാരണം എന്താ? ഇങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും മനസ്സ് അള്ളാഹുമായിട്ട് ഇങ്ങനെ കണക്റ്റഡാ. അല്ലേ? എപ്പോഴും ഇങ്ങനെയൊക്കെ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ ശപിച്ച് പറഞ്ഞില്ല. പറഞ്ഞോ? ഒരു ആവലാതി പറഞ്ഞില്ല. മറിച്ച് എന്തേ പറഞ്ഞത്? കൽബ്, ഹൃദയം എപ്പോഴും അള്ളാഹുവായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടത് കൊണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമൽ അബ്ദു, ആ അടിമ എത്ര നല്ല അടിമ എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഈ സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കുന്നത്? ലോകരക്ഷിതാവായ അള്ളാഹു. അല്ലേ? ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഉബൂദിയത്ത് എന്ന് പറയുന്നത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്കിത് കാണാം. അല്ലേ? യൂനുസ് നബി എവിടെയായിരുന്നു? മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടു. അല്ലെ? ആ സംഭവമൊക്കെ നമുക്കറിയാം. അല്ലെ? ആ ഇരുട്ടറകളിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞത്, പ്രാർത്ഥിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, നീയല്ലാതെ ഇലാഹില്ല, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അനീതി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു. പടച്ചോനെ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. നോക്കൂ നിങ്ങള്, ഇത് നമ്മെ പഠിപ്പിക്കണ ഏതൊരു മനുഷ്യനും പ്രയാസം ഉണ്ടാവുമ്പം, ഇപ്പൊ ഉദാഹരണമായിട്ട് യുദ്ധം കിട്ടി കൊടുമ്പിരി കൊള്ളാം. അപ്പൊ എല്ലാരും ചിലപ്പോ പള്ളിയിലൊക്കെ ഓടാന് ഞാനും നിങ്ങളൊക്കെ ഭയങ്കര തിക്കും തിരക്കിക്കാരം. എന്നാൽ അതൊക്കെ അവിടെ പോയി, പ്രയാസങ്ങളൊക്കെ അവിടെ പോയാ പിന്നെ പള്ളി ഉണ്ടാവില്ല, പന്തലും ഉണ്ടാവില്ല, സുബിസ്കാരം ഉണ്ടാവില്ല. അല്ലേ? ആലോചിച്ച് നിങ്ങൾ, ഇന്ത്യയൊക്കെ സ്ഥിതി അതാ. നിങ്ങളത് എനിക്കറിയില്ല. ആലോചിക്കില്ല. ഓരോരുത്തരും ചോദിച്ചാൽ മതി എന്റെ സ്ഥിതി എന്താണ്. അല്ലേ? അപ്പം പ്രയാസം ഉണ്ടാവുമ്പോ, ഇപ്പൊ പെണ്ണുങ്ങൾ പ്രസവിക്കാനാവുമ്പോ ഞാൻ കണ്ടിരുന്നു, ഔന്റെ റബ്ബേ, 4 ഉംറക്ക് 3 ഉംറക്ക് പ്രാർത്ഥനയോട് പ്രാർത്ഥന. അത് കഴിഞ്ഞാ പിന്നെ ഉംറയില്ല, നമസ്കാരവും ഇല്ല, പ്രാർത്ഥനയും. അങ്ങനെ ചില ആളുകളെ കാണാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന ഓരോ കാഴ്ചകളാണ്. അപ്പൊ അത് എന്തിനെപ്പോ ഞാൻ പറഞ്ഞത്? പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തില് മനുഷ്യൻ സ്വാഭാവികമായും അള്ളാഹുവിനോട് ഇങ്ങനെ ബന്ധം പുലർത്തും. ആ പ്രയാസം നീക്കിക്കഴിഞ്ഞാലോ എന്തുണ്ടാവൂല? ആ ബന്ധം ഉണ്ടാവില്ല. അതിന് ഉബൂദിയത്ത് എന്ന് പറയൂല. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകത എന്താ? അള്ളാഹ് എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത്? യൂനുസ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്താനുള്ള കാരണം എന്താ? മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ദിക്ർ ചെല്ലുന്ന മനുഷ്യനായിരുന്നു. അല്ലേ? സദാ ദിക്ർ ചൊല്ലി. അപ്പം ബുദ്ധിമുട്ടില്ലാത്ത അവസരത്തിൽ അള്ളാഹുവിന്റെ അബ്ദായി ജീവിച്ചത് കൊണ്ടാണ്, ആ ഉബൂദിയത്ത് ഉള്ളത് കൊണ്ടാണ്
ആ ദിക്റും സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ ലൗലാ കാന മിനൽ മുസബ്ബിഹീൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു ആര്? നൂഹ് നബി. അതുകൊണ്ടാണ് അള്ളാഹു തആല രക്ഷപ്പെടുത്തി. വെറും പ്രാർത്ഥന കൊണ്ടല്ല, കുടുങ്ങുന്ന സമയത്തുള്ള പ്രാർത്ഥന കൊണ്ടല്ല, അതിന്റെ മുമ്പ് ചെയ്ത അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഒരു അടിമയായി ജീവിച്ച ആ സ്വഭാവം നോക്കിയിട്ടാണ് അള്ളാഹു അവിടെ രക്ഷപ്പെടുത്തിയത്. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് എന്താ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കണ എങ്ങനെ? ഇതേ പ്രകാരം യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രകാരം നിങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? എല്ലാ വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള. അപ്പൊ നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അബ്ദായി ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കണം. അബ്ദായി എപ്പോ ജീവിക്കണം? ഐശ്വര്യം ഉണ്ടാവുമ്പോഴും വേണം, പ്രയാസങ്ങളുടെ സമ്പത്തിലും വേണം. വെറും പ്രയാസം ഉണ്ടാവുമ്പോ മാത്രം പോരാ എന്നുള്ളതാണ്. അപ്പൊ നോക്കി നിങ്ങള്, ദീനിന്റെ ഏറ്റവും മഹത്വമേറിയ ഒരു സ്ഥാനമാണ് ഇത് അബ്ദി എന്നുള്ളത്. അതിൽ എന്തൊക്കെ ഉണ്ട്? അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അല്ലേ? പിന്നെ എന്തുണ്ട്? അള്ളാഹുവിനോടുള്ള ഭയമുണ്ട്, പിന്നെ പ്രത്യാശയുണ്ട്, തവക്കുലുണ്ട്, ആത്മാർത്ഥത ഉണ്ട്, സബറുണ്ട്, ശുക്റുണ്ട്. അപ്പം ഉബൂദിയത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടിമയായി ഇങ്ങനെ ജീവിച്ചാ പോരാ, മറിച്ച് എന്ത് വേണം? വിശുദ്ധ ഖുർആൻ തൗഹീദിന്റെ എന്തൊക്കെ സ്വഭാവങ്ങളാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഘടകങ്ങളൊക്കെ അതിലുണ്ടാവണം. അപ്പോഴേ എന്താവുള്ളൂ? ഒരടിമ ഉബൂദിയത്ത് എന്നുള്ള അർത്ഥം വരുള്ളൂ എന്നുള്ള. അപ്പം ഇത് കേവലം ഒരു സ്ഥാനം മാത്രമല്ല, എന്താണ്? ഒരുപാട് സ്ഥാനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥാനമാണ് ഇത് ഉബൂദിയത്ത് എന്ന് പറയുന്നത് എന്നാ. അതുകൊണ്ട് മഹാനായ അല്ലാമ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന കാണാം, അൽ ഉബൂദിയത്തു തജ്മഉ കമാലൽ ഹബ്ബി മാ കമാലി ദുല്ലി ലില്ലാഹ്. ഉബൂദിയത്ത് എന്ന് പറയുന്നത് പരിപൂർണമായ സ്നേഹത്തോടൊപ്പം അതേപോലെ പരിപൂർണമായ വിനയത്തോടൊപ്പം ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടുന്ന ഒരു രംഗമാണ്, സ്ഥാനമാണ് ഇത് ഉബൂദിയത്ത് എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം വിവരിക്കണത് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് വന്ന് നോക്കി. ഞാനാരാ? ഇന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ഇയാളാരാ? അതിന്റെ എഞ്ചിനീയർ. മറ്റേ ആളാരാ? മുഖ്യമന്ത്രി. മറ്റതോ ധനകാര്യമന്ത്രി. മറ്റതോ ഇത് ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് വിളിപ്പേരുകൾ ഉണ്ടാവും നമുക്കൊക്കെ, അല്ലേ? ആ വിളിപ്പേരുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഞാൻ മുഖ്യമന്ത്രി ആവണേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന മന്ത്രി ആവണേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഡയറക്ടർ ആവണേ, അല്ലെങ്കിൽ അതിന് മാനേജർ ആവണത്, മുദീർ ആവണത്, ഇതൊക്കെ ഏതുവരെ ഉണ്ടാവും? ഏതുവരെ ഉണ്ടാവും? എത്ര വരെ ഉണ്ടാവും? ഞാൻ ഇപ്പൊ എന്നും ജമ്മിയിൽ ഇങ്ങനെ പൈസയും കൊണ്ട് നടക്കോ? ഇല്ല. ഏതുവരെ ഉണ്ടാവും? ഇനി എത്ര അവരെ നിർത്തിയാലും മരണല്ലേ, അല്ലേ? ആ മരണം വരെ ഉണ്ടാവും, അല്ലേ? ഏത് തസ്തികയിൽ നിന്നാലും ഖബറിലേക്ക് പോണവരെ ഉണ്ടാവും. ഖബറിലേക്ക് പോയാൽ പിന്നെ ആ പേരുങ്ങൾ വിളിക്കുവോ? ഇല്ല. ഞാൻ ഡയറക്ടർ ആണെന്നുള്ള പേരുങ്ങൾ വിളിക്കുവോ? മാനേജർ നിന്നെ വിളിക്കോ? ഇല്ല. ധനകാര്യമന്ത്രി എന്ന് വിളിക്കോ? അല്ലെങ്കിൽ ഇന്നാല് ഡാഷ് ഡാഷ് മന്ത്രി എന്ന് വിളിക്കോ? ഇല്ല, അതൊന്നും വിളിക്കൂല. മറിച്ച് നിങ്ങൾ എന്താ എന്റെ വിളിക്ക? മയ്യത്ത്. നോക്കിങ്ങള്, മയ്യത്ത്. അപ്പൊ ദുനിയാവിൽ കിട്ടണ ഈ തസ്തികകളും സ്ഥാനങ്ങളും മാനങ്ങളും അതൊന്നും എന്തല്ല, അതൊന്നും അബ്ദ് എന്ന് പറഞ്ഞ ആ മഹത്വത്തിനൊക്കണ സ്ഥാനയല്ല. യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ കിട്ടാൻ പോണ ഏറ്റവും വലിയ മഹത്തായ സ്ഥാനം എന്ന് പറയുന്നത് ഉബൂദിയത്ത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അബ്ദുള്ളയാണ്, അല്ലേ? ആ തയ്യാത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂല് പറയാൻ പഠിപ്പിച്ച എന്താ? അബ്ദുല്ലാഹി വറസൂൽ, അല്ലേ? അവിടെ നോക്കി നിങ്ങള്, അവിടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ പറയുമ്പോ നമ്മോട് പറയാൻ പഠിപ്പിക്കണേ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിക്കണ്ടല്ലോ, അല്ലേ? എന്താ പഠിപ്പിക്കേണ്ടത്? ലാ തുത്രൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഫഖൂലു അന അബ്ദുള്ള. വേറെ റിപ്പോർട്ടിൽ ഫഇന്നി അബ്ദുല്ലാഹി വറസൂലു. ആലോചിച്ചുക്കിങ്ങള്, അല്ലേ? ജൂത ക്രിസ്ത്യ വിഭാഗം നസാറാക്കൾ ഈസാ നബിയെ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയരുതേ, മറിച്ച് നിങ്ങൾ എന്നെ എന്താ പറയേണ്ടത്? അബ്ദുല്ലാ, അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഇതാണ് ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സലഫുകളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്താ?
സൽഫുള്ള ഒരു ഇന്ന ജോലി ചെയ്യുന്ന ഒരു മഹാൻ എന്ന് പറയാനല്ല അവർ ഇഷ്ടപ്പെട്ട്, മറിച്ച് എന്താ, ഇബാദല്ലാ, അല്ലേ, അബ്ദുല്ലാ, അള്ളാന്റെ ദാസന്മാർ, അള്ളാഹുവിന്റെ ദാസൻ എന്ന ആ തസ്തികയിൽ ഉൾപ്പെടാനാണ്. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. ഒരാൾ പ്രശംസിക്കുകയാണെങ്കിൽ തന്നെ അബ്ദല്ലാ എന്ന് പറഞ്ഞോണ്ടാ, അല്ലേ. ഇവിടുത്തെ പിന്നെ ഈ കുട്ടികളെ വിളിക്കണുണ്ടെങ്കിൽ ഓന്റെ പേര് അബ്ദുള്ള ആവൂല, എന്താ വിളിക്ക, അബ്ദുള്ള താൻ, എന്താ ഓന്റെ പേരൊന്നും അബ്ദുള്ള അല്ല. അത് ശ്രദ്ധിച്ചു നിങ്ങള്, ഓൻ അബ്ദുള്ള ആയിട്ടല്ല വിളിക്കണേ. എന്തുകൊണ്ടാ വിളിക്കണേ കണ്ടോങ്ങള്? അതാണ് ഏറ്റവും വലിയ മഹത്വം. ചിലവര് മുഹമ്മദ് എന്ന് വിളിക്കും, യാ മുഹമ്മദ് അങ്ങനെയും വിളിക്കും, അല്ലേ. അധികം പിന്നെ വിളിക്കാറുള്ള എന്താ, അബ്ദുള്ള അബ്ദുള്ള, അല്ലേ. അധിക വാപ്പാരി ഇഷ്ടപ്പെടുന്ന പേരെന്താ, അബു അബ്ദുള്ള. ശ്രദ്ധിച്ചില്ല നിങ്ങള്? ഈ ഇതിലേക്ക് ചേർത്തിക്കൊണ്ട് വിളിക്കാനാണ് ശരിക്കും എന്താ യഥാർത്ഥ വിശ്വാസി ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യുക എന്നുള്ളതാ. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത്, കഫാ ബിൽ മർഇ ശറഫ, ഒരു അടിമക്ക്, ഒരു മനുഷ്യന് ബഹുമതിയായി ഇത് മതി, ഏത്, അൻ യകൂന അബ്ദൻ ലില്ലാഹ്, അള്ളാന്റെ അടിമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഹുമതി എന്നതാണ് ആര് പറഞ്ഞത്? പണ്ഡിതനായ സഹാബികളുടെ ഏറ്റവും പ്രമുഖനായ പിന്നെ സഹാബിയായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയുന്ന കാണാം, ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ മാ അലിമ അന്നഹു അബ്ദുൻ ലില്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് തിരിച്ചറിയുന്ന കാലത്തോളം അവൻ നന്മയിൽ തന്നെ ആയിരിക്കുന്ന, ഓന് ഖൈറ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഖൈറ് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണത്. ഞാനിവിടെ അള്ളാഹുവിന്റെ അടിമയാണ്, ഒരു ദാസൻ മാത്രമാണ് എന്ന് പിന്നെ പറയുക എന്നുള്ളതാ. അതുകൊണ്ടാണ് ഖലീഫ, അഞ്ചാമത്തെ ഖലീഫന്റെ ഒരു പേരില്ലേ, എന്താണ്, അബ്ദുൽ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ്, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, എന്ത്, മൻ അറാദൽ ഇസ്സ, ഒരാൾക്ക് പിന്നെ മഹത്വം തേടണം എന്ന ഒരാൾ തേടുന്നെങ്കിൽ ബിഗൈരിൽ ഉബൂദിയ അദല്ലഹുല്ലാ, ഉബൂദിയത്ത് കൂടാതെ ഒരാൾക്ക് മഹത്വം കിട്ടണം എന്ന് വെച്ചാൽ ഓൻ എന്ത് കിട്ടൂല, അള്ളാഹു ഓനെ അപമാനിക്കുന്ന. അപ്പൊ നമ്മള് മഹാനാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു വേണം? ആദ്യം അള്ളാഹുവിന്റെ അബ്ദാണ് എന്നുള്ള ബോധം വേണം, വിനയം വേണം. ഓനെ അള്ളാഹു തആല എന്ത് കൊടുക്കുള്ളൂ, അത് കൊടുക്കുള്ളൂ എന്നുള്ളതാ. ഇങ്ങനെ ഒരു അബ്ദായി ജീവിക്കുമ്പോ എന്തൊക്കെയാണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ഫലങ്ങൾ? ഇതിങ്ങനെ അബ്ദാണ് ഉബൂദിയത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്താ കൊണ്ട് കിട്ടുക? എന്താ കിട്ടുക? ശരിക്ക് ദുനിയാവില് ഞാൻ ഇപ്പൊ ഇയാളെ അടിമയാണ്, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവോ? ഇല്ല. അയാളെ പാത്രം മോറി കൊടുക്കേണ്ടി വരും, അയാളെ നാക്കാലികൾ നോക്കേണ്ടി വരും, അയാളെ വണ്ടി കഴിക്കേണ്ടി വരും, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ആലോചിക്കുങ്ങള്, ഏ ഒക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്ന അടിമ? അങ്ങനെയാണ് ദുനിയാവില്. എന്നാ ഒരാള് പക്ഷെ എനിക്കൊരു ഗുണം ഉണ്ടാവുന്നുണ്ട്. എന്താ ഗുണമുള്ളത്? എന്റെ കുട്ടികളെ കെട്ടിച്ചാനും എന്റെ ഭാര്യയും വീടും എന്റെ ചെലവൊന്നും ഞാൻ നോക്കണ്ട, ഒക്കെ ആര് നോക്കിയോളും? യജമാനൻ നോക്കിയോളും. അങ്ങനെയല്ലേ? ഇനി നിങ്ങൾ തിരിച്ചു വന്ന് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുമ്പോ എന്തുണ്ടാവും? പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാവും. എന്താ കാരണം? എന്റെ എല്ലാ കാര്യം ആരും നോക്കും? യജമാനനായ അള്ളാഹു നോക്കും. കണ്ടങ്ങള്, അല്ലേ? ഞാൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ എല്ലാം പടച്ചോനെ ഏൽപ്പിച്ച്, എന്റെ കാലങ്ങട്ട് മുന്നോട്ട് വെക്കാൻ പടച്ചോനെ എനിക്കൊരു കഴിവില്ല. ആരേൽപ്പിച്ച്? അള്ളാന്. അപ്പൊ അള്ളാന്റെ അടിമയെ നമ്മള്, അല്ലേ? അള്ള നോക്കിക്കോളും, അല്ലേ? പിന്നെ രാവിലെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വമാലി വഅഖ്ലി, അല്ലാഹുമ്മ അസ്ർ ഔറാത്തി വഅമിർ റൗഅത്തി, അല്ലാഹുമ്മ അഹ്ഫളിനി മിൻ ബൈനി യദൈ. കണ്ടോ? പടച്ചോനെ എന്റെ മുന്നിലൂടെ വരുന്ന ആപത്ത്, എന്റെ പിന്നിലൂടെ വരുന്ന ആപത്ത്, എന്റെ മുകളിലൂടെ വരുന്ന ആപത്ത്, എന്റെ തായ് ഭാഗത്തിലൂടെ വരുന്ന ആപത്ത്, വലതു ഭാഗത്തിലൂടെ ഇടതു ഭാഗത്തിലൂടെ വരുന്ന എല്ലാ ആപത്തിൽ നിന്നും പടച്ചോനെ ജിന്നെ കാക്കണേ. അങ്ങനെ പടച്ചോനെ ഏൽപ്പിച്ചാൽ എന്തുണ്ടാവും? നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവോ? അവിടെയാണ് അടിമാവുക എന്ന് പറയുന്നത്. ആ ഉബൂദിയത്ത് ഉണ്ടാവുമ്പോ ഞാൻ പരിപൂർണ സ്വതന്ത്രനാവും. അപ്പൊ ലോകത്ത് സ്വാതന്ത്ര്യം കിട്ടാൻ ഏറ്റവും വലിയ മാർഗം അള്ളാഹുവിന്റെ അബ്ദായി ജീവിക്കുക എന്നുള്ളതാ. മനസ്സിലാവുണ്ടോ? ലോകത്ത് ഏറ്റവും, നമ്മളിപ്പോ എത്ര ധനികനായിട്ടും കാര്യമല്ല,
സ്വാതന്ത്ര്യം ഉണ്ടാവൂല. ഏറ്റവും വലിയ ധനികന്റെ പ്രത്യേകത എന്താ ഉണ്ടാവുക? ഉറങ്ങാൻ കഴിയൂലോന് അല്ലേ? എത്ര സെക്യൂരിറ്റി ആണോ അവന്? 900 സെക്യൂരിറ്റി വേണം അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങള്. അപ്പം യഥാർത്ഥത്തിൽ ഓന് ഉറങ്ങാൻ കഴിയൂല. ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പടച്ചോനടി ഏൽപ്പിച്ചാൽ എന്താ? സ്വതന്ത്രമായിട്ട് ശ്വാസം അയച്ച് നമുക്ക് ഉറങ്ങാം. അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയ എവിടുന്നാണ്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോഴാണ്, അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴാണ്. സമ്പത്ത് കൊണ്ടോ പണം കൊണ്ടോ അധികാരം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് ഏത് കിട്ടൂല? യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കൂല എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുക ആരാണോ അള്ളാഹുവിന്റെ അബുദായി, അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിധം ആരാധിച്ചാൽ അവനാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട വിധം ആര് പ്രാർത്ഥിക്കുന്നുവോ അവനാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് കിട്ടണ ഒരു ഇതെന്താ? ഒരാള് ഞാൻ അള്ളാഹുവിന്റെ അബുദാണ്, അബൂദിയത്തിൽ ഒരാൾ ജീവിച്ചാൽ രണ്ടാമത് കിട്ടണ കാര്യം എന്താ? മനസ്സമാധാനം. ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടത് എന്താ? എത്ര ധനികന്മാർ ആത്മഹത്യ നിങ്ങൾ ആലോചിച്ചില്ലേ? അല്ലേ? ഉണ്ട്. ചെറിയ കുട്ടികളടക്കം വേഗം എടുക്കണ പരിപാടിയാണത് ആത്മഹത്യ. എന്തുകൊണ്ടാണത്? സമാധാനം നഷ്ടപ്പെടുന്നു അല്ലേ? അപ്പൊ സമാധാനം എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു? ഇന്റെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല എന്ന ബോധം വരുമ്പോഴാണ്. അപ്പൊ ഇന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരുണ്ട്? എന്റെ യജമാനനായ അള്ളാഹു ഉണ്ട് അല്ലേ? ഏത് മിസൈൽ വരുമ്പോഴും എന്ത് വരുമ്പോഴും എന്നെ രക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്, ആ റബ്ബിന്റെ തീരുമാനം ഇവിടെ നടക്കുള്ളൂ എന്ന ബോധം ഉണ്ടാവുമ്പം ഓന് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. ഓൻ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാകും എന്നുള്ളതാണ്. അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ് അല്ലേ? അള്ളാഹിനെ സ്മരിക്കണയിലൂടെയാണ് എന്ത് കിട്ടുക? മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുക. അള്ളാഹിനെ സ്മരിക്കുക എന്നുള്ളതാണ് ഒരു അടിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മൂന്നാമത്, നമ്മളൊക്കെ ഏതൊരു മനുഷ്യനും മനുഷ്യനാവുമ്പോൾ ഉയർച്ച വേണം, ഉന്നതിയിലെത്തണം എന്ന മോഹവും ആഗ്രഹവും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ ഉന്നതിയിലെത്തണമെങ്കിൽ എന്തു വേണം? അള്ളാഹിന്റെ അടിമയായി ജീവിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, വമാ തവാല അഹദുൻ ലില്ലാഹ്, എന്താണ് ബാക്കി? ഇല്ലാ റഫഅഹുല്ലാഹ്. ഒരാള് അള്ളാഹുവിന് വിനയത്തോടു കൂടി ജീവിച്ചാൽ, അഥവാ അള്ളാഹുവിന്റെ അബ്ദായി ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനെ ഉയർത്തും. അപ്പം ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്താ? അള്ളാന്റെ പ്രവാചകന്മാരായ ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽക്കായ പ്രവാചകന്മാർ അല്ലേ, മുഹമ്മദ് നബിയെ പോലുള്ള പ്രവാചകന്മാർ, അവർക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ബഹുമതി ഈ അബൂദിയത്താണെങ്കിൽ നമ്മളും ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും വേണ്ടത് എന്താ? അള്ളാന്റെ അടിമയായി ജീവിക്കാനാണ്. അത് മതിയില്ലേ? നിങ്ങൾ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം അല അബ്ദിഹി, അത് നിങ്ങൾ അവിടെ സേവ് ചെയ്തേക്കാം. അടുത്ത് ലിയകൂന ലിൽആലമീന നദീറ. അടുത്ത ക്ലാസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അത് ഒട്ടിച്ചാണത്.